സമസ്തയിലെ അഭിപ്രായ ഭിന്നത ചർച്ച ചെയ്യാൻ കൂടിയാലോചനാ സമിതി വീണ്ടും ചേരും. ഉമർ ഫൈസി മുക്കത്തെ പുറത്താക്കണമെന്ന് മുസ്ലിം ലീഗ് അനുകൂലികൾ പറയുന്നു. സമസ്ത ആ ഒരു ആവശ്യം തള്ളി. കഴിഞ്ഞ ദിവസം അത് മുഷാവറ യോഗത്തിലെ ഒരു കലഹത്തിൽ ഒരു രമ്യതയിലെത്താതെ ഇന്നലെ കോഴിക്കോട് ചേർന്ന മുഷാവറ യോഗം പിരിഞ്ഞിരുന്നു. KT സ്വാലിഹ് മലപ്പുറത്ത് നിന്നും ചേരുന്നുണ്ട്. സ്വാലിഹ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നേരത്തെ മേഘയോട് സംസാരിക്കുകയായിരുന്നു. ഇന്ന് മുസ്ലിം ലീഗ് നേതൃയോഗം കോഴിക്കോട് നടക്കാനിരിക്കെയാണ് സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, സമസ്തയുമായുള്ള ഭിന്നത വളരെ രൂക്ഷമായിരിക്കുകയാണ്. അത് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ലീഗിൽ. ഒരു വിഭാഗം ലീഗ് അനുകൂലികളും ഒരു വിഭാഗം സമസ്ത അനുകൂലികളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അത് ഏറ്റവും പ്രധാനമായും ബാധിക്കുന്നത് മുസ്ലിം ലീഗിനെ കൂടിയാണ്. PMA സലാം സമസ്തക്കെതിരെ പ്രത്യക്ഷമായി രംഗത്ത് വരുന്നു. ജിഫ്രി മുത്തുക്കോയ, ഉമർ ഫൈസി മുക്കത്തൊക്കെ പ്രത്യക്ഷമായി തന്നെ വിമർശിക്കുന്ന രീതിയിലേക്ക് ഒരു നിലപാട് PMA സലാം എടുക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കും ഇനി വരാനിരിക്കുന്ന സമസ്ത മുഷാവറ യോഗങ്ങൾ ഇക്കാര്യത്തിലൊക്കെ ഒരു നിലപാട് സ്വീകരിക്കുക? വിനിഷ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ EK വിഭാഗത്തിൽ മുസ്ലിം ലീഗിനെ ചൊല്ലിയാണ് വലിയൊരു തർക്കം രൂപപ്പെട്ടിരിക്കുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങളെ അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിന്റെ കാസി സ്ഥാനം അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉമർ ഫൈസി മുക്കം സമസ്തയുടെ സെക്രട്ടറി നടത്തിയ ഒരു പ്രസ്താവനയിൽ തുടങ്ങിയ തർക്കം വലിയ ഭിന്നതയിലേക്ക് പോയിരിക്കുന്നു. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ തന്നെ അതിനൊരു സമവായ ശ്രമം മുസ്ലിം ലീഗ് നേതാക്കളായ സാദിഖ് അലി ശിഹാബ് തങ്ങളും അതോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയും സമസ്ത നേതാക്കൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, PP ഉമ്മർ മുസ്ലിയാർ കൊയ്യോട്, MT അബ്ദുള്ള മുസ്ലിയാർ തുടങ്ങിയ ഒരു സമവായ കമ്മിറ്റി രൂപീകരിച്ച് ഒരു ചർച്ചയിലേക്ക് പോയെങ്കിലും ലീഗ് വിരുദ്ധ വിഭാഗം ഇതിൽ പങ്കെടുക്കാതിരുന്നതോടെ ഈ ചർച്ച തന്നെ പൊളിയുന്ന സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെയാണ് സമസ്തയുടെ മുഷാവറ യോഗം ഇന്നലെ ചേരുന്നത്. സമസ്ത മുഷാവറയിൽ ലീഗ് അനുകൂലിയായ ബഹാവുദ്ദീൻ നദവി ഉമർ ഫൈസിയെ നീക്കണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ മറ്റു പണ്ഡിതന്മാരെല്ലാം ഒന്നിച്ച് അത് സാധ്യമല്ലെന്ന് അറിയിച്ചതോടെ വലിയ തർക്കത്തിലേക്ക് പോകുന്നു. പിന്നീട് ഈ ഭിന്നത മാത്രം ചർച്ച ചെയ്യാനായി മറ്റൊരു മുഷാവറ യോഗം ചേരാമെന്ന തീരുമാനത്തിലാണ് ഇന്നലെ പിരിയുന്നത്. ഇത് 2 ആഴ്ചക്കകം ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷെ നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് വലിയ പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുകയാണ്. ഇത് പരിഹരിക്കാതെ മുന്നോട്ട് പോകാനും കഴിയുന്നില്ല. പ്രത്യേകിച്ച് താഴെ തട്ടിൽ മഹല്ലുകളിലൊക്കെ, പള്ളി കമ്മിറ്റികളിലെല്ലാം ഇത് പ്രത്യക്ഷമായി തന്നെ പ്രതിഫലിച്ച് തുടങ്ങിയ ഒരു സാഹചര്യം. സമസ്തയിലെ പണ്ഡിതന്മാർ 2 ഭാഗം നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ വിവാദങ്ങളും ചർച്ചകളും അധിക്ഷേപങ്ങളും ഒക്കെ തുടരുന്ന സാഹചര്യം. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം തന്നെ അത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നു. ഇതെല്ലാം വലിയൊരു ഉരാക്കുടുക്കിൽ മുസ്ലിം ലീഗിനെ പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സമസ്ത എന്ന് പറയുന്നത് മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് വളരെ അടുത്ത് നിൽക്കുന്ന സാമുദായിക സംഘടനയാണ്. അതിനകത്ത് മുസ്ലിം ലീഗിനെ ചൊല്ലി തന്നെ ഉണ്ടായ ഒരു തർക്കം പരിഹരിക്കാനാവാതെ ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. വിനിഷ. ശരി, KT സ്വാലിഹാണ് സമസ്ത മുഷാവറ സംബന്ധിച്ച വിശദാംശങ്ങൾ സമഗ്രമായി തന്നെ പങ്കുവച്ചത്. കഴിഞ്ഞ ദിവസത്തെ മുഷാവറ യോഗം കോഴിക്കോട് നടന്നത് രമ്യതയിലെത്താതെ, അന്തിമ തീരുമാനത്തിലെത്താതെ പിരിഞ്ഞിരുന്നു. വീണ്ടും മുഷാവറ യോഗം ചേരുമെന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ, അനവധിയായിട്ടുള്ള കാര്യങ്ങൾ സമസ്തയ്ക്കുള്ളിൽ പരിഹരിക്കാനുണ്ട്, ലീഗുമായുള്ള ഭിന്നത പരിഹരിക്കാനുണ്ട് എന്ന മുസ്ലിം ലീഗ് നേതൃയോഗം കോഴിക്കോട് ചേരാനിരിക്കെ കൂടിയാണ്.